അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ KSRTCയുടെ ഏറ്റവും പുതിയ വോൾവോ മൾട്ടി ആക്സിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രാവൽ കണ്ടന്റ് ആണ്. ട്രാവൽ കണ്ടന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വൺ സൈഡ് ട്രാവൽ വീഡിയോ ആണ്. ഞാൻ പുതിയ ഒരു ബസ്സിന്റെ ഒരു ചെറിയൊരു റിവ്യൂ കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അല്ല, ഞാൻ ഒരു പാസഞ്ചർ എന്നുള്ള നിലയിൽ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ADV റലം ഗൈസ്. എൻ്റെ കയ്യിലാണ് ഈ 2 ബാഗും കൂടി ഉണ്ട്. ഇത് ഞാൻ തോളിലിടും, ഇത് കൈ പിടിക്കേണ്ടി വരും. നോക്കാം നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവർ പെട്ടെന്ന് എടുക്കുമായിരിക്കും. ഇവിടെ നിന്ന് വണ്ടി അധികം നേരം വെയിറ്റ് ചെയ്യൂലായിരിക്കും. പെട്ടെന്ന് വന്ന ഉടനെ തന്നെ ആളെ കയറ്റിയിട്ട് പോകണ ഒരു സ്കീമായിരിക്കും. നോക്കട്ടെ. ചെറിയൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കിയായിരുന്നു. അതായത് നമ്മുടെ കണ്ടക്ടറെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കണ്ടക്ടറെ കോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഒരു ടൈമായിട്ടും കാണാണ്ടായപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയതാണ്. അപ്പോൾ അവർ ഇവിടെ ഒന്നും അല്ല, ഏകദേശം ഒരു 1/4 മണിക്കൂർ ലേറ്റ് ആവുമെന്നാണ് കേട്ടോ പറയണത്. Later. ബസ് വന്നിട്ടോ ലാസ്റ്റ് ഒരു എത്ര മണിയായി, 4:40 ആയപ്പോഴേക്കും ബസ് വന്നിട്ടോ. അതിൽ കയറി ഒരു പേര് പറയേണ്ട ആവശ്യമുള്ളൂ, നമുക്ക് വേറെ സ്കാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിനടിപൊളി ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്കൊരു ലിവറും കൂടി ഉണ്ട്. നമ്മുടെ ഈ ഒരു ടീറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഇങ്ങനാക്കി കഴിഞ്ഞാൽ നമുക്ക് കാല് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സൈഡിലായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് പുറകോട്ട് റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സീറ്റൊക്കെ കുഷ്യനാണ്, നൈസാണ്, കംഫർട്ടിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിച്ച് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പൊക്കത്തായിട്ട് നമുക്ക് എല്ലാ സീറ്റിൻ്റെയും പൊക്കത്തായിട്ട് സ്പീക്കേഴ്സ് ഉണ്ട്. ഇവിടെ മ്യൂസിക് ഉണ്ട്, നല്ല അടിപൊളി മലയാളം മ്യൂസിക്കുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്ത് എല്ലാ ബസ്സിലുള്ള പോലെ തന്നെ നമ്മുടെ EVS ഇവൻസ് ഉണ്ട്. നമുക്കത് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതെന്താ ലൈറ്റ്, ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ. കണ്ടോ, അതേപോലെ നമുക്ക് ലൈഫ് ഫ്ലാറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ബെഡൊക്കെ നമുക്ക് ബെഡിൽ കിടന്ന് യാത്ര ചെയ്യണ പോലെ യാത്ര ചെയ്യാം കേട്ടോ. അടിപൊളി. ബാക്കിൽ കണ്ടോ, ബാക്കിൽ അടിപൊളി സ്പേസ് ആണ് കേട്ടോ. ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരും ഇല്ലെങ്കിൽ കിടന്നു പോവാം നമുക്ക്. അപ്പം ഞാൻ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ലെഫ്റ്റിൽ റൈറ്റിലുമായിട്ട് 2x2 സീറ്റിംഗ് ലേ ഔട്ടാണ് കേട്ടോ നമുക്കുള്ളത്. സീറ്റൊക്കെ കണ്ടോ, അടിപൊളി കുഷ്യനിങ് ഉണ്ട്. ഞാൻ വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ലൈക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് KSRTC കൊണ്ടുവരാൻ പോണത് നമ്മുടെ ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. മറ്റേ നമ്മുടെ കണ്ടക്ടറിന് പകരമായിട്ട് എയർ ഹോസ്റ്റേഴ്സ് പോലെയുള്ള ഹോസ്റ്റേഴ്സ് ആയിക്കൊണ്ടാണ് പറഞ്ഞത്, ലേഡി ഹോസ്റ്റേഴ്സ് ആയിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നാള് ഇൻസ്റ്റാഗ്രാമിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനും കണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അടിപൊളിയായിരിക്കും. ടിക്കറ്റ് പ്രൈസ് ഒബ്വിയസ്ലി കൂടുതലായിരിക്കും, എങ്കിൽ കൂടി ബിസിനസ് ക്ലാസ് ആണ്, അടിപൊളിയായിരിക്കും. നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇതാണ്ട ലിവറി. ഇത് ഈ ഒരു ലിവറിക്ക് അത്യാവശ്യം ആദ്യം നല്ല ഹെയ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലിവറി. ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. ബാക്ക് ഉണ്ടോ, അപ്പൊ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ മറ്റേ കോക്പിറ്റ് കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ ഇതാണ് ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയത്. നമുക്കിവിടെ ഫ്രണ്ടിൽ ബോട്ടിൽ ഹോൾഡറും പിന്നെ മാഗസീൻ ഹോൾഡറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സൈഡിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോക്കറ്റും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ലെങ്കിലും രാത്രി ആയപ്പോൾ ലൈറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെന്തായാലും കൊള്ളാട്ടോ സംഭവം. 1 minute 37 seconds later. ഗൈസ്, ഞാൻ ബൈറ്റിലെ ഹബ്ബിൽ വന്ന് ഇറങ്ങി കേട്ടോ. ബസ്സിൻ്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ യാത്ര ചെയ്യണം അറിയാൻ കൂടി ഇല്ല, ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി പോകണം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ സൈഡിൽ ഞാൻ ഒരു ഔട്ട് ഓഫ് 10 ഞാൻ ഒരു 8.5 അല്ലെങ്കിൽ ഒരു 9 കൊടുക്കും. സർവീസിനും കാര്യങ്ങൾക്കൊന്നും അല്ല, വണ്ടിയുടെ കേസിന് തന്നെയാണ് കേട്ടോ. വണ്ടിയുടെ കേസിന് 9 തന്നെ കൊടുക്കും. കംഫോർട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്.
മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സൈഡിൽ മറ്റേ ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് ആണെങ്കിൽ ഒരു 90% ലൈ ഫ്ലാറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ല, ഏകദേശം ഒരു 4.5 മണിക്കൂറോളം യാത്ര എടുത്തു. ആ യാത്രയിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും അറിഞ്ഞില്ല. ഒരു തരി കൊടുക്കമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആ ഒരു കേസിൽ അടിപൊളിയാണ് കേട്ടോ. കംഫർട്ടിൻ്റെ കാര്യത്തിൽ എക്സ്ട്രീമാണ്, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് പോലത്തേക്ക് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ഒരു ലോങ് ഇത് മൂകാംബിക വരെ പോകുന്നൊരു ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിക്കാണ് ഞാൻ വന്നത്. കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ കോസ്റ്റ് ആയത് എനിക്ക് ഏകദേശം 400 റുപ്പീസാണ് കോസ്റ്റ് ആയത്. 428 കോസ്റ്റ് വന്നത് ഇൻക്ലൂഡിങ് ടാക്സ്. ഓക്കെ, ലോങ് ജേണിയൊക്കെ പോകാൻ നോക്കിയിരിക്കണവരാണ് നിങ്ങളെങ്കിൽ അത് ബുക്ക് ചെയ്യണോണ്ട് ഒരു ഇതുമില്ല, റിഗ്രറ്റ് ഉണ്ടാവില്ല. അത് ബുക്ക് ചെയ്തു അടിപൊളിയാണ് കേട്ടോ. ഇത് അടിപൊളിയാണെങ്കിൽ അതും അതിനെക്കാട്ടും അടിപൊളിയായിരിക്കും. ലൈക്ക് കിടന്ന് സുഖമായിട്ട് പോകാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ള കേസ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.